കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ അടുത്ത സ്വർഗത്തിലേക്ക് പോയിട്ട് രാവണൻ ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ പോകാൻ മേലെന്ന് പറഞ്ഞു, കാലനേമി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നലെ അത് വായിക്കാൻ പറ്റിയില്ല, അത്ര സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് കാലനേമി രാവണനോട് പറഞ്ഞ ആ ഭാഗം ഒന്ന് വായിക്കാൻ വളരെ നമുക്കുള്ളൊരു ഉപദേശമാണല്ലോ, എല്ലാവർക്കും ഉള്ള ഉപദേശമാണല്ലോ. നമുക്ക് നോക്കാം. സാമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര സാമമാമെന്നുടെ വാക്കു കേൾക്കണമേ. കാലനേമി പറയണ, നിന്നെക്കുറിച്ചു മരിപ്പതീനിക്കാലം എന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. മാരീചനെ കണക്കെ മരിപ്പാൻ മനതാരിയിലെനിക്കേതുമില്ലൊരു ചഞ്ചലം. കാരണം മാരീചൻ ഭഗവാന്റെ കൈ കൊണ്ടല്ലേ മരിച്ച്, അപ്പോൾ മരിക്കാൻ എനിക്ക് മടിയൊന്നുമില്ല. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും. എന്തു രാജ്യം കൊണ്ടു പിന്നെയൊരു ഫലം, എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും ഹന്തജടാത്മകമായ ദേഹം കൊണ്ടും എന്തു ഫലം തവ ചിന്തിച്ചു കാൺകെടോ. എന്തൊരറിവാണ് ഈ കാലനേമിക്ക്. സീതയെ രാമനു കൊണ്ടക്കൊടുത്തു നീ സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. വിഭീഷണനെ കാനനം തന്നിൽ പൊക്കൊളു, വാനപ്രസ്ഥത്തിനെന്നല്ലേ പറയണ. കാനനം തന്നിൽ മുനിവേഷവും പൂണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷശുദ്ധായ, നേരത്തെ രാവിലെ നീറ്റിട്ടെ, ശുദ്ധതോയെ കുളിച്ചത്യന്ത ഭക്തിയോടർക്കോദയം കണ്ടു സന്ധ്യാനമസ്കാരവും ചെയ്തു ശീഘ്രം ഏകാന്തേ സുഖാസനം പ്രാപിച്ചു തുഷ്ടനായി സർവവിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ. പ്രത്യാഹാരം. ആത്മനീ കണ്ടാത്മാനമാത്മന സ്വാത്മോദയം കൊണ്ടു സർവലോകങ്ങളും സ്ഥാവര ജംഗമ ജാതികളായുള്ള ദേവതിര്യങ് മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനും ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭ പര്യന്തമായെന്തോന്നു താല്പര്യമുൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതിയാണ്. നമ്മൾ വായിച്ചില്ലേ, ദൃശ്യപ്രപഞ്ചം കാണുന്ന മുഴുവൻ മായയാണ്. പ്രകൃതി അല്ലെങ്കിൽ മായയുടെ പേര് പ്രകൃതി എന്നും പറയാം. അതാണ് പറയണത്, ആ ബ്രഹ്മസ്തംഭ പര്യന്തമായെന്തോന്നു താല്പര്യമുൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്ര ചൊല്ലപ്പെടും. സൽഗുരുമായ എന്നും പറഞ്ഞിടുന്നു ഇക്കണ്ട ലോകവൃക്ഷത്തിനനേകഥ സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം. ലോഹിതശ്വേത, അതാണ് പറഞ്ഞില്ലേ, കറുപ്പും മഞ്ഞയും, അതായത് ചുവപ്പ് രജോ ഗുണവും വെളുപ്പ് സത്വഗുണവും കറുപ്പ് അതൊക്കെ പറഞ്ഞല്ലോ ഒന്നല്ല നമ്മളെ. ലോഹിത ശ്വേത കൃഷ്ണാദിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ. ഒക്കെ മായയാണ് ഈ സൃഷ്ടി സംഹാരം. പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളെടോ തൻ്റെ ഗുണങ്ങളെ കൊണ്ടു മോഹിപ്പിച്ചു തൻ്റെ വശത്താക്കുമാത്മാവിനെ അവൾ മായേ. തന്നെ മോഹിപ്പിച്ചിട്ട് വശത്താക്കും. എന്നിട്ടോ നിത്യമാത്മാവാകും ഈശ്വരൻ തങ്ങളെ ആരോപണം ചെയ്തു തൻ്റെ വശത്താക്കി ആത്മവിസ്മൃതി ഉണ്ടാക്കും. ഞാൻ ആത്മാവാന്നുള്ള ആ ഭാവത്തിനെ മറയ്ക്കും.
നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു ശുദ്ധനാത്മാപരനേകനവളോടു യുക്തനായി വന്നു പുറത്തു കാണുന്നിതു തന്നുടെ ആത്മാവിനെ താൻ മറക്കുന്നിതന്വകം മായാഗുണവിമോഹത്തിനാൽ. തൻ്റെ ആത്മാവിനെ അവനോൻ തന്നെ മറക്കും, മായാമോഹിതനായിട്ട്. അതന്നെയാണ് പറഞ്ഞത്. ശരിക്കും എന്താണ് എഴുത്തച്ഛൻ എന്താ പറയുക, വ്യാസഭഗവാന്റെ അധ്യാത്മരാമായണം തന്നെയാണ് 100% ഫോളോ ചെയ്തിരിക്കണം അല്ലേ. ബോധസ്വരൂപിയായ ഒരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി ഒരു ഗുരുവിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് ജ്ഞാനം കിട്ടിയാൽ കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ വേണുന്നതെല്ലാം അവനു വന്നു തഥാ ദൃഷ്ട്വാ പ്രകൃതി ഗുണങ്ങളോടാശു ഏർപ്പെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും നീയുമേവം. അതുകൊണ്ട് നീയും അങ്ങനെ ചെയ്യാൻ പറയുകയാണ്. നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാഗുണങ്ങളിൽ നിന്നു വിമുക്തനായി അദ്യപ്രഭൃതി വിമുക്തനാത്മാവിധി ജ്ഞാത്വാ നിരസ്താശയാജിത കാമനായി ധ്യാനനിരതനായി വാഴുകെന്നാൽ വരുമാനന്ദമേതും വികൽപ്പമില്ലോർക്ക നീ. ഇനി പറയണത് പരബ്രഹ്മത്തിനെ ധ്യാനിക്കാനുള്ള സാമർഥ്യമില്ലെങ്കിൽ ഞാൻ സകളം ആയിട്ടുള്ള ഭഗവാനെ വിസ്തരിച്ചു തരാം. ധ്യാനിപ്പതിന്നു സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവനേ ഭക്തി പരവശേ. ഭക്തിയോട് കൂടിയിട്ട് നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ചത്യന്ത ശുദ്ധ്യാ സ്വബുദ്ധ്യാ നിരന്തരം. എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് എത്ര ഭംഗിയായിട്ടാ. ഹൃത്പർമ്മകർണികാ മധ്യേ, അതായത് ഹൃദയപത്മത്തിൻ്റെ മധ്യത്തിലെ സുവർണപീഠോൽപലേ രത്നഗണാഞ്ജിതേ നിർമ്മലേ ശ്ലക്ഷണേ മൃദൂതരേ സീതയാ സംസ്ഥിതം. സീതയോടുകൂടി ലക്ഷ്മണസേവിതം ബാണധനുർധരം വീരാസനസ്ഥം വിശാലവിലോചനം ഐരാവതീ തുല്യപീതാംബരധരം ഹാരകിരീടകേയൂരാംഗദാങ്കുലി ഒരു രത്നാഞ്ജിത കുണ്ടല നൂപുര ചാരു കടക കടീസൂത്ര കൗസ്തുഭ സാരസമാല്യവനമാലികാധരം ശ്രീവത്സവക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃദിസ്ഥിതം സർവേശ്വരം പരം സർവവന്ദ്യം ശരണാഗതവത്സലം ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവൻ നിർണയം. തച്ചരിത്രം, അതായത് ഭഗവാന്റെ കഥകളെ കേട്ടുകൊള്ളുകയും ചൊല്ലുകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു. ഇങ്ങനെ ചെയ്താൽ പിന്നെ ജനിക്കേണ്ടി വരില്ല, പുനരാവർത്തിരഹിതമായ മോക്ഷം ലഭിക്കും. തിങ്കലുമുള്ളൊരു കൽമഷമൊക്കെ നശിച്ചുപോം നിശ്ചയം. വൈരം വെടിഞ്ഞതീ ഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. ദേവം പരിപൂർണമേകം സദാ ഹൃദി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാദിഹീനം പുരാണം ശിവം രാമദേവം ഭജിച്ചിടു നീ സന്തതം. അപ്പോഴോ ഇങ്ങടുള്ള ദേഷ്യം, ഇങ്ങടുള്ള വാക്ക് കേൾക്കണ്ടേ. രാക്ഷസ രാജ ദുഷ്ടാത്മൻ മതി രൂക്ഷ സ്വഭാവം ഇതുകൊണ്ടു കിംബലം നിന്നുടെ ശാസനം ഞാനനുഷ്ഠിപ്പന നിന്നുടെ സൽഗതിക്കെന്നു ധരിക്ക നീ. സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാൻ അഭ്യാസമുദ്യക്തനായൻ മടിയാതെ. അത്ര ദുഷ്ടാന്നൊക്കെ വിളിച്ചിട്ട് അല്ലേ. ഇനി അപ്പം ഈ ഭാഗമൊന്ന് ഞാൻ വായിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്കൊന്നും കൂടി അത് മനസ്സിൽ ഉറയ്ക്കുമല്ലോ. എത്ര നല്ല എക്സ്പ്ലനേഷനാണ് കാലനേമിയുടെ അല്ലേ, ഭഗവാന്റെ. ഒന്നുകിൽ പരബ്രഹ്മത്തിനെ ചെയ്തോളൂ, അല്ലെങ്കിൽ ഞാൻ പറയണ പോലെ ഈ സഗുണബ്രഹ്മത്തിനെ ധ്യാനിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വളരെ രസമാണ്. ഇനി നമ്മൾ ഇന്നലെ
4-ാമത്തെ ശ്ലോകത്തിലാണ് നിർത്തിയത്, 7-ാം സർഗത്തിലെ. അതിലെന്താ പറഞ്ഞ വെച്ചാൽ കാലനേമി പറഞ്ഞതിന് ശേഷം രാവണൻ പറഞ്ഞ പോലെ ഹനുമാന് വിഘ്നം ചെയ്യുവാനായിട്ട് അവിടെ നിന്ന് പോയി. കൂട്ടാക്കിയില്ലല്ലോ, പോകാൻ പറഞ്ഞല്ലോ. അപ്പോൾ അല്ലെങ്കിൽ കൊല്ലുന്നൊക്കെ പറഞ്ഞു. ആ ശരി, എന്നാൽ ഞാൻ അങ്ങ് പറഞ്ഞത് കേൾക്കാം എന്ന് പറഞ്ഞ് പോയി. ഇനി 5, 6, 7 ഒന്നിച്ച് വായിക്കാം. സഗത്വാ ഹിമവൽപാർശ്വം തപോവനമകൽപ്പയത് തത്ര ശിഷ്യൈഃ പരിവൃതോ മുനിവേഷധരഖല. മുനിവേഷമൊക്കെ കെട്ടിയിട്ട് ഗച്ഛതോ മാർഗമാസാദ്യ വായുസേനോർ മഹാത്മനഃ തതോ ഗത്വാ ദദർശാഥ ഹനുമാനാശ്രമം ശുഭം. ചിന്തയാമാസ മനസാ ശ്രീമാൻ പവനനന്ദനഃ പുരാന ദൃഷ്ടമേ തന്മേ മുനിമണ്ഡലമുത്തമം. സഹ ഹിമവൽപാർശ്വം ഗത്വ, അവൻ അവിടേക്കാണല്ലോ പോയിന്നത് ഈ മൃതസഞ്ജീവിനി കൊണ്ടുവരാനേ. അപ്പോൾ ഹനുമാൻ അങ്ങോട്ടല്ലേ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ എന്താണ് കാലനേമി ഹിമവാൻ്റെ ആ താഴ്വരയിലെത്തിയിട്ട് തപോവനം അകൽപ്പയത്, തപോവനത്തെ ഉണ്ടാക്കിയിട്ട് ഒരു ഹെർമിറ്റേജ് ഉണ്ടാക്കിയിട്ട് മുനിവേഷധര ഖല, അതായത് മുനിവേഷം ധരിച്ച ഒരു ദുഷ്ടൻ ഖലനായിട്ട്, അങ്ങനല്ലേ പറഞ്ഞത്, മുനിവേഷം ധരിച്ചിട്ട് വഴി മുടക്കാനാണ് പറഞ്ഞത്. ഗച്ഛത ഗമിക്കുന്ന മഹാത്മന, അതായത് വലിയ മഹാത്മാവായിട്ടുള്ള വായുസൂനോ വായുപുത്രൻ്റെ മാർഗം ആസാദ്യ, അതായത് ഹനുമാൻ്റെ വഴിയിൽ പോയിട്ട് ശിഷ്യന്മാരാൽ പരിവൃത ചുറ്റപ്പെട്ടവനായിരുന്നു. തഥാ ഗത്വ, എന്നിട്ട് പോയിട്ട് ഹനുമാൻ ശുഭം ആശ്രമം, അപ്പോൾ ഹനുമാൻ വലിയൊരു ആശ്രമം കണ്ടപ്പോൾ അങ്ങോട്ട് വന്നു. ആശ്രമത്തെ ദർശിച്ചു, കണ്ടു. ശ്രീമാൻ പവനനന്ദന, അപ്പോൾ വായുപുത്രൻ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ചിന്തിച്ചു. കണ്ടല്ലോ, ആശ്രമം കണ്ടു, ഈ കാലനിമിയുടെ ആശ്രമം. ഏതത് മുനിമണ്ഡലം, ഈ മുനിമാരും ശിഷ്യന്മാരും ഒക്കെ മേ എന്നാൽ പുരാണ ദൃഷ്ട, ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഈ പുതിയ ആശ്രമം. ഇതെന്താ ഒരു പുതിയ ആശ്രമമാണോ? ഈ മുനിയും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഈ ആശ്രമം ഉണ്ടായിരുന്നില്ല, അവിടെ ഈ മുനിയുടെ ശിഷ്യന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് കാലനേമി വേഗം രാവണൻ പറഞ്ഞ പോലെ ഹിമവാന്റെ താഴ്വരയിൽ ചെന്നു. മഹാത്മാവായിട്ടുള്ള ഹനുമാൻ പോണ്ട മാർഗമൊക്കെ മനസ്സിലാക്കിയിട്ട് മായാശക്തി കൊണ്ട്, ഒക്കെ വലിയ മായാവികളല്ലേ, അവിടെ ഒരു തപോവനം, പിന്നെ ഒരു ഹെർമിറ്റേജ്, ഒരു ആശ്രമമൊക്കെ നിർമ്മിച്ചു. മുനിവേഷം ധരിച്ച ആ ദുഷ്ടൻ കുറേ ശിഷ്യഗണങ്ങളെയൊക്കെ സൃഷ്ടിച്ചു. എന്നിട്ട് അവിടെ ഇരുന്നു. അപ്പോഴേക്കും ഹനുമാൻ അവിടെ എത്തി. എന്താ ഒരു ആശ്രമം ഇവിടെ കണ്ടുല്ലോ, ഞാൻ മുമ്പ് ഇവിടെ വന്നപ്പോൾ, ഇതിനു മുമ്പ് വന്നുല്ലോ ജീവിപ്പിക്കാനായിട്ട് മരുന്ന് കൊണ്ടുപോകാൻ, അപ്പോൾ വന്നപ്പോൾ ഈ ആശ്രമം കണ്ടിട്ടില്ലല്ലോ എന്ന് ഹനുമാൻ മനസ്സിൽ വിചാരിച്ചു എന്ന്, അത്രയുള്ളൂ. സഗത്വാ ഹിമവൽപാർശ്വം തപോവനം അകൽപ്പയത്, അതാണ് ഒക്കെ മനസ്സുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും ഈ അസുരന്മാർക്ക് മായാവിത്തുണ്ടല്ലോ. തത്ര ശിഷ്യൈ പരിവൃതോ മുനിവേഷധര ഖലനാണ് ദുഷ്ടൻ. ഗച്ഛതോ മാർഗമാസാദ്യ വായുസൂനോർ മഹാത്മനഃ തതോ ഗത്വാ ദദർശാഥ ഹനുമാനാശ്രമം ശുഭം. ചിന്തയാമാസ മനസാ, ചിന്തിച്ചു, അപ്പം മനസ്സിൽ വിചാരിച്ചു. ശ്രീമാൻ പവനനന്ദന, ആര്? ഹനുമാൻ. പുരാന ദൃഷ്ടമേ തന്മേ, മുമ്പ് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇത്. മുനിമണ്ഡലമുത്തമം, ഈ മുനി സമൂഹത്തിന് ഞാൻ കണ്ടിട്ടില്ല. ഇനി 8, 9 വായിക്കാം. മാർഗോ വിഭ്രംസിതോ വാമേ ഭ്രമോ വാ ചിത്തസംഭവഃ യദ്വാ വിശ്യാശ്രമപദം ദൃഷ്ട്വാ മുനിമശേഷതഃ പീത്വാ ജലം തതോ യാമി ദ്രോണാചലമനുത്തമം ഇത്യുക്ത്വാ പ്രവിവേശാഥ സർവതോ യോജനായതം. മേ മാർഗഃ, എൻ്റെ വഴി, വിഭ്രംസിതഃ വാ, എന്താ ഞാൻ വഴി തെറ്റു? മുമ്പ് വന്നപ്പോൾ ഇത് കണ്ടില്ല, ഞാൻ വേറെ വഴി കൂടെയാണോ ഇപ്പോൾ വന്നത്? അല്ലെന്നാണ് വിചാരിച്ചത്. ചിത്തസംഭവ ഭ്രമ, എന്താ എനിക്ക് വരെ ചിത്തഭ്രമം ഉണ്ടായോ? യദ്വ, പക്ഷേ ആശ്രമപദം ആവശ്യ, അപ്പം എന്തായാലും പോട്ടെ, ആശ്രമത്തിൽ പ്രവേശിച്ചിട്ട് അശേഷതഃ മുനിയും ദൃഷ്ട്വ, എല്ലാ മുനിമാരെയും, അതായത് ഈ കാലനേമിയും ശിഷ്യന്മാരെയൊക്കെ കണ്ടിട്ട് ജലം പീത്വ, വെള്ളം കുടിച്ച്, തതഃ അനുത്തമം ദ്രോണാചലം, അതിനുശേഷം ആ ഉത്തമമായിട്ടുള്ള ദ്രോണപർവ്വതത്തിലാണ് ആ ഔഷധ ചെടികളെ,
ദ്രോണപർവ്വതത്തെ യാമി യാനം ചെയ്യുന്നൻ ഇതി ഉക്ത്വ. കണ്ടു, അവിടെ നിന്ന് വെള്ളം മാത്രം കുടിച്ചു. എന്നിട്ട് ഞാൻ ദ്രോണപർവ്വതത്തിലേക്ക് പോവുകയാണ് ഈ നിർസഞ്ജീവനി കൊണ്ടുവരാനെന്ന് പറഞ്ഞിട്ട് സർവതഃ യോജനായുധം എല്ലാം കൂടി 1 യോജന വിസ്താരമുള്ള അതിനെ പ്രവേശിച്ചു. ഇനി എന്താ പറയണ വെച്ചാൽ, എൻ്റെ വഴി തെറ്റിപ്പോയതായിരിക്കുമോ, ഞാൻ വഴി തെറ്റിപ്പോന്നതായിരിക്കുമോ, ആശ്രമം ഇല്ലാത്ത ദിക്കിൽ ഇനി ഉണ്ടെന്ന് തോന്നുക എനിക്ക്, അതൊരു ചിത്തഭ്രമാണോ? ആശ്രമമൊന്നും ഇല്ല, ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണോ വെച്ചാൽ ഹനുമാനൊക്കെ സംശയമുണ്ട് ഈ അസുരന്മാർ മായ പ്രയോഗിക്കുന്നുണ്ടോയെന്ന്. അതുകൊണ്ടും ഉണ്ട് കുറച്ച് വിചാരേ. അതാണ് വിചാരിക്കുന്നത്, ഞാൻ വഴി തെറ്റിപ്പോയോ, അതോ ഇല്ലാത്തൊരാശ്രമം ഉണ്ടെന്ന് എനിക്ക് ചിത്തഭ്രമം കൊണ്ട് തോന്നുകയാണോ? ആട്ടെ, എന്തിനാ അത്ര ആലോചിച്ച് സമയം കളയണ്ട വിചാരിച്ച് വേഗം ആശ്രമത്തിൽ ചെന്ന മുനിമാരെയൊക്കെ കണ്ട് വെള്ളം കുടിച്ചിട്ട് ശേഷം ഇനി ദ്രോണപർവ്വതത്തിലേക്ക് പോവാം എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ അതാ സ്വയം പറഞ്ഞതാണ്, എന്തായാലും പോയ ആശ്രമത്തിൽ ഒന്ന് പോയി നോക്കാം, എന്നിട്ട് കുറച്ച് വെള്ളം കുടിച്ചതിന് ശേഷം ദ്രോണപർവ്വതത്തിലെ മൃതസഞ്ജീവനി പറിക്കാനായിട്ട് പോവാം എന്ന് സ്വയം വിചാരിച്ച് അവനവനോടാണ് പറഞ്ഞത് കേട്ടോ, അവരോടല്ല പറഞ്ഞത് ഞാൻ പോവാന്ന്. അല്ലല്ല, അവനവനോട് തന്നെ പറയുകയാണ്, എന്തായാലും ഈ ആശ്രമം ഞാൻ കണ്ടിട്ടില്ല, എന്തായാലും ഒന്ന് ഇറങ്ങി കുറച്ച് വെള്ളം കുടിച്ച് ആത്മഗതാണ് അവനവനോട് തന്നെ പറയുക. എന്നിട്ട് പിന്നെ ദ്രോണപർവ്വതത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ആലോചിച്ചോർച്ച് ഹനുമാൻ 1 യോജന ദീർഘമുണ്ട്, അത്ര വലിയ ആശ്രമം, ആ ആശ്രമത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പം മുമ്പ് പറഞ്ഞത് അവനവനോട് തന്നെ പറയാം കേട്ടോ, ആത്മഗതാണ്. മാർഗോ വിഭ്രംശിതോ വാമേ ഭ്രമോ വാ ചിത്തസംഭവ യദ്വാ വിശ്യാശ്രമപദം ദൃഷ്ട്വാ മുനിമശേഷതഃ പീത്വാ ജലം തതോ യാമി ദ്രോണാചലമനുത്തമം ഇത്യുക്ത്വാ പ്രവിവേശാഥ സർവതോ യോജനായതം. ഈ 10, 11, 12 ആശ്രമം കദളീസാല ഖർജൂരപനസാദിഭി സമാവൃതം പക്വഫലൈർനമ്രശാഖൈശ്ച പാദപൈഃ വൈരഭാവവിനിർമുക്തം ശുദ്ധം നിർമ്മലലക്ഷണം തസ്മിൻ മഹാശ്രമേ രമ്യേ കാലനേമിഃ സ രാക്ഷസഃ ഇന്ദ്രയോഗം സമാസ്ഥായ ചകാര ശിവപൂജനം. എന്തറിയോ, ആശ്രമം, ഈ പർണശാലയോ ആശ്രമോ കദളീസാല ഖർജൂര പനസാദിഭി. കദളിച്ച വാഴ സാലവൃക്ഷങ്ങൾ, ഖർജൂരം എന്താ അറിയോ, ഈത്തപ്പഴത്തിൻ്റെ മരം, ഈത്തപ്പഴം, പിന്നെ പനസം, ചക്ക, പ്ലാവ് മുതലായിട്ടുള്ള നമ്രശാഖൈഹി തല കുനിച്ചിരിക്കുന്ന ശാഖകളോട് കൂടിയ, അതായത് ധാരാളം ഫലങ്ങളുണ്ടായിട്ടേ തല കുനിച്ച പോലെ, പാദപൈഹി വൃക്ഷങ്ങളാലും പക്വഫലൈഹി നല്ല പഴുത്ത ഫലങ്ങളാലും സമാവൃതം ചുറ്റപ്പെട്ടതും വൈരഭാവ വിനിർമുക്തം, അതായത് ഒരു വൈരഭാവവും അവിടെ നമുക്ക് തോന്നില്ല, അത്ര ശാന്തമായിട്ട് വൈരഭാവമില്ലാത്തതും ശുദ്ധം പരിശുദ്ധവും നിർമ്മല ലക്ഷണം ഒരു ദോഷവും ഇല്ലാത്തതും ഇല്ലാത്ത അടയാളത്തോടു കൂടിയതും ആയിരുന്നു രമ്യേ മനോഹരമായ തസ്മിൻ മഹാശ്രമേ ആ മഹാ ആശ്രമത്തിൽ സഹ കാലനേമി രാക്ഷസ, കാലനേമി എന്ന രാക്ഷസൻ ഇന്ദ്രയോഗം, അതായത് എന്താ കപടമായിട്ടുള്ള സ്വാമിയായിട്ട് ആസ്ഥായ കപടമുനി വേഷം സ്വീകരിച്ച് ശിവപൂജനം ചകാര, ശിവപൂജ ചെയ്തു എന്ന്. എന്തറിയോ, ആ പർണശാല എത്ര കേമാണ്, 4 പുറവും 1 യോജന വിസ്താരണ്ട പറഞ്ഞുല്ലോ, ആ പർണശാലയുടെ 4 പുറവും കദളിപ്പഴം ധാരാളം പൂത്ത് നിൽക്കണം, വാഴ സാലവൃക്ഷങ്ങൾ, അതായത് പനയണതുകൊണ്ട് നിശ്ചലം കേട്ടോ, എന്താണെന്നാ താലവൃക്ഷ പന, തെറ്റ, സാലല്ല, സാല എന്താ അറിയില്ല, സാലവൃക്ഷം അതിൻ്റെ പഴമുണ്ട്, ഈത്തപ്പഴത്തിൻ്റെ മരങ്ങൾ ധാരാളമുണ്ട്, അതിലൊക്കെ പഴമുണ്ട്, ധാരാളം പ്ലാവുകളിൽ ചക്ക പഴുത്ത് നിൽക്കണു. ഇങ്ങനെയുള്ള പക്വഫലങ്ങൾ നിറഞ്ഞിട്ടുള്ള കൊമ്പുകൾ ഇങ്ങനെ താണ് കിടക്കണം. അങ്ങനത്തെ അനേകം വൃക്ഷങ്ങളാൽ തിങ്ങിയിരിക്കുന്നതായിരുന്നു ഏത് ഈ പർണശാലയും 4 ഭാഗവും. കീരി, പാമ്പ മുതലായ ഇങ്ങനെ പ്രകൃത്യാ ശത്രുക്കളായിട്ടുള്ളവരുണ്ടല്ലോ, അപ്പോൾ സിംഹം, മാന് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, എരയാണല്ലോ, അതുപോലെ തന്നെ കീരിയും പാമ്പും ശത്രുക്കളാണല്ലോ. അങ്ങനത്തെ ഒരു വൈരങ്ങളും ജന്തുക്കൾ തമ്മിലൊന്നുമില്ല, നല്ല സമാധാനമായിട്ട് വർത്തിക്കുന്നുണ്ട്. അങ്ങനത്തെ സ്ഥലമാണ് ആശ്രമം. അന്യോന്യം ഒരു വിരോധവും ഭാവിക്കാണ്ട് എല്ലാ മൃഗങ്ങളും ചേർന്ന് വസിക്കുന്നു. അതായത്
നൈർമല്യത്തിൻ്റെ ഒരു മകുടോദാഹരണമായിട്ടുള്ള പോലെ നിൽക്കണ ഒരു സ്ഥലം, ശുദ്ധവും മനോഹരമായിരിക്കുന്ന ആശ്രമത്തിൽ കാലനേമി എന്ന് പേരായിട്ടുള്ള ആ രാക്ഷസൻ കപടഭക്തിയോടുകൂടി ശിവപൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാണിക്കുകയാണ്, ഈ കാപ്പട്ട സന്യാസിയാണല്ലോ, ശരിക്കും രാക്ഷസനല്ലേ, രാവണൻ പറഞ്ഞതുകൊണ്ട് മുനിവേഷം എടുത്തതല്ലേ. അതാണ് അപ്പം അവിടെ കണ്ടത്. എന്താണ്? ആ രാക്ഷസൻ കപടഭക്തിയോടുകൂടി ശിവപൂജ ചെയ്തുകൊണ്ടിരിക്കുക, ശിവപൂജനം അല്ലേ. പിന്നെ ഇന്ദ്രയോഗം എന്ന് പറഞ്ഞു. ഇന്ദ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ കപട നാട്യത്തിനാണ് പറയണത് കേട്ടോ. അപ്പോൾ ആശ്രമം കദളീസാലം ഖർജൂര പനസാദിഭി സമാവൃതം പക്വഫലേർ നമ്രശാഖൈശ്ചപാദപൈഃ വൈരഭാവ വിനിർമുക്തം. ഒരു വൈരമില്ല അവിടെ. സ്വതവേ പ്രകൃത്യാ വൈരമുള്ളവർ പോലും വൈരം ഉപേക്ഷിച്ചിട്ട് ശുദ്ധം നിർമ്മലലക്ഷണം തസ്മിൻ മഹാശ്രമേ രമ്യേ കാലനേമിസ്സരാക്ഷസഃ ഇന്ദ്രയോഗം സമാസ്ഥായ ചകാര ശിവപൂജനം. കപടഭക്തിയോടുകൂടി ശിവപൂജ ചെയ്യേണ്ട ആര്? കാലനേമി. ഇനി ഹനുമാൻ അഭിവാദ്യാഹ ഗൗരവേണ മഹാസുരം. അത് മറ്റേൻ്റെ പകുതി കേട്ടോ. ഭഗവൻ രാമദൂതോഹം ഹനുമാൻ നാമനാമതഃ രാമകാര്യേണ മഹതാ ക്ഷീരാബ്ധിം ഗന്ധുമുദ്യതഃ തൃഷാമാം ബാധതേ ബ്രഹ്മന്നുദകം കുത്ര വിദ്യതേ യഥേച്ഛം പാതുമിച്ഛാമി കഥ്യതാം മേ മുനീശ്വര. ഹനുമാൻ മഹാസുര. ഹനുമാൻ ആ അസുരനെ അഭിവാദ്യം ചെയ്തിട്ട് വന്ദിച്ചിട്ട് ഗൗരവേണ വളരെ ഗൗരവത്തോടുകൂടി അല്ലെങ്കിൽ ആദരവോടുകൂടി പറഞ്ഞു, ഭഗവൻ അല്ലയോ ഭഗവാനെ, മുനിയണിച്ചിട്ടാണ്. അഹം രാമദൂത, ഞാൻ രാമദൂതനാണ്. നാമത ഹനുമാൻ, നാമ പേര് ഹനുമാൻ എന്നാണ്. അങ്ങനെയാണ് എന്നെ എല്ലാവരും അറിയപ്പെടുന്നത്. ഞാൻ ഹനുമാൻ എന്ന പേരിലാണ്. മഹതാ രാമകാര്യേണ, മഹത്തായിട്ടുള്ള രാമകാര്യം ചെയ്യാനായിട്ട് ക്ഷീരാബ്ധിം, ക്ഷീരസമുദ്രത്തെ ഗന്ധുമുദ്യത, ഞാൻ പാലാഴിയിലേക്ക് പോവുകയാണ്. അവിടെയാണ് ദ്രോണപർവ്വതം. ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനു വേണ്ടിയിട്ട് ഭഗവാന്റെ രാമകാര്യത്തിന് വേണ്ടിയിട്ട് പാലാഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൃഷ, ദാഹം, മാം ബാധത, എനിക്ക് കുറച്ച് ദാഹിക്കുന്നുണ്ട്. ബ്രഹ്മൻ അല്ലയോ ബ്രാഹ്മണ, ഉദകം ജലം, ഉദകം ചെന്ന ജലം, കുറച്ച് ജലം, കുത്ര വിദ്യത, എവിടെ നിന്നാ കുറച്ച് വെള്ളം കിട്ടുക. യഥേച്ഛം പാതും ഇച്ഛാമി, ഇഷ്ടം പോലെ കുടിക്കണം, എനിക്ക് ധാരാളം കുടിക്കണം. മുനീശ്വര അല്ലയോ മുനിശ്രേഷ്ഠ, മേ കഥ്യതാം, എന്നോട് എവിടെയാണ് നല്ല ധാരാളം നല്ല വെള്ളമുള്ളതെന്ന് പറയൂ, എനിക്ക് നല്ല ദാഹമുണ്ടെന്ന് പറയും. അതായത് ഹനുമാൻ ആ കപടമുനിയായിട്ടുള്ള ആ കാലനേമി എന്ന അസുരനെ വന്ദിച്ചു, ഭക്തി ബഹുമാനപൂർവ്വം പറഞ്ഞു. എന്താ? ഹേ ഭഗവൻ, മുനി വിളിക്കുക ഭഗവൻ എന്നൊക്കെ. ഞാൻ ശ്രീരാമൻ്റെ ദൂതനാണ്, എൻ്റെ പേര് ഹനുമാൻ എന്നാണ്. ശ്രീരാമൻ്റെ ഒരു മഹത്തായ കാര്യം സാധിക്കാനായിട്ട് ഞാൻ പാൽക്കടലിലേക്ക് പോവുകയാണ്. ദാഹം എന്നെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ഹേ ബ്രാഹ്മണ, എവിടെയാണ് വെള്ളം? ദാഹം തീരുന്നത് വരെ എനിക്ക് കുടിക്കണം, ധാരാളം വെള്ളം കുടിക്കണം. ഹേ മുനീശ്വര, ഈ ജലം എവിടെയാണെന്നൊന്ന് എന്നോട് പറഞ്ഞാലും എന്ന് പറഞ്ഞു. അപ്പം നമുക്കിവിടെ നിർത്താം. അപ്പം ഇനി എന്താ ഉണ്ടാവണ എന്ന് നമുക്ക് നാളെ നോക്കാം. ഹനുമാൻ അഭിവാദ്യാഹ ഗൗരവേണ മഹാസുരം ഭഗവൻ രാമദൂതോഹം ഹനുമാൻ നാമനാമത രാമകാര്യേണ മഹത ക്ഷീരാബ്ധിം ഗന്ധ്യമുദ്യത. സത്യം പറഞ്ഞു. ഇയാള് കപടനാണെന്ന് വെച്ചാൽ ഹനുമാൻ സത്യം തന്നെ പറഞ്ഞു. തൃഷാ മാം ബാധതേ ബ്രഹ്മന്നുദകം കുത്ര വിദ്യതേ. എവിടെ വെള്ളം? ഉദകം എവിടെയാണ്? ഹേ ബ്രഹ്മൻ, മുനി വിളിക്കുകയാണ്. യഥേച്ഛം പാതുമിച്ഛാമി കഥ്യതാം മേ മുനീശ്വര. എനിക്ക് നല്ല ദാഹമുണ്ട്, ധാരാളം വെള്ളം കുടിക്കേണ്ടിയില്ല. അപ്പോൾ കുറച്ച് ധാരാളം വെള്ളം വേണം. അതെവിടെയാന്ന് കാണാൻ, എവിടെയാന്ന് ഉണ്ടാവുക? ഒന്ന് കാണിച്ചു തരുമോ? എവിടെയാണെന്നൊന്ന് പറയുമോ ഹേ മുനിസത്തമ എന്നാണ് ഹനുമാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമാൻ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പാ ശരണം.